എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചില്ലി പനീറാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്ററിലേക്ക് ചേർത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിതൊന്ന് ബാറ്ററാക്കിയെടുക്കാം. ഏകദേശം 350 ഗ്രാം പനീർ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പനീർ ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 3 സെറ്റായിട്ടാണ് ഇവിടെ പനീർ വറുത്തെടുക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പനീർ വറുത്തെടുക്കാം. കുറച്ച് കൂടുതൽ വറുത്തെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പനീറെല്ലാം ഇവിടെ വറുത്ത് റെഡിയാക്കുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട കൂട്ടുകളൊന്ന് അരച്ചെടുക്കാം. ഇത് 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയുടെ പകുതിയുമാണ്. ഇതൊരു 9 കാശ്മീരി ചില്ലി ഒന്ന് തിളച്ച വെള്ളത്തിൽ കുതിരാനിട്ടതാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ വെള്ളവും ഉപയോഗിക്കാം. ഞാൻ ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കിയപ്പോഴേക്ക് പനീറൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച കൂട്ടൊന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം. പനീർ വറുത്ത എണ്ണ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കൂട്ട് നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 2 വലിയ സവോള സ്ക്വയറായിട്ട് മുറിച്ചതാണ്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളിയുടെ പകുതി മുഴുവൻ ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, ഇവയെല്ലാം കൂടി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്ന് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്ക് ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ലൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. ഇതിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പനീറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പനീർ ഇഷ്ടമില്ലാത്തവർക്കും പനീർ ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് ചില്ലി പനീർ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നേരത്തെ മാറ്റി വെച്ചിരുന്ന കോൺഫ്ലവറും കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.